ഇന്ന് 2026 മാർച്ച് 28. ഞാൻ ഈ ഡേറ്റ് ഇത്ര കൃത്യമായിട്ട് പറയാനുള്ള കാരണം അടുത്ത കൊല്ലം ഈ സമയമായാൽ പോലും ഈ വീഡിയോ ഇറക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ലാത്തതുകൊണ്ടാട്ടോ. ഇന്ന് എനിക്ക് 28 വയസ്സായ ദിവസമാണ്. 18 നിന്ന് 28ലേക്കുള്ള ദൂരം ഭയങ്കര ചെറുതായി പോയി എന്ന് എനിക്ക് തോന്നുന്നു. 31 ദിവസത്തെ കണ്ടിന്യൂസ് ഷിഫ്റ്റിന് ശേഷം ഇന്നൊരു ദിവസം ഓഫ് കിട്ടേണ്ട ഉറക്കമാണിത്. പക്ഷേ ഇങ്ങനെ ഉറങ്ങിയാൽ ശരിയാവില്ല, കാരണം ഇന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് പോവാം. ബൈ ദ ബൈ, ഇനി അങ്ങോട്ടേക്ക് ഒരു ഓട്ടപ്പാച്ചിലാണ്. ഡ്രസ്സ് എടുത്തു വെക്കണം, ബാഗ് പാക്ക് ചെയ്യണം, ട്രെയിൻ പിടിക്കണം, എന്നിട്ട് വേണം എയർപോർട്ടിലേക്ക് എത്താൻ. പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസിനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിലും ഒരു പ്ലാനും ഇല്ലാതെ പോകുന്ന ട്രിപ്പിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. ബാക്കി എല്ലായിടത്തും ലേറ്റായിട്ട് പോകുന്ന ആളാണെങ്കിലും എയർപോർട്ടിൽ ഒരു 3.5 മണിക്കൂർ മുന്നെങ്കിലും ഞാൻ എത്തിയിരിക്കും. അപ്പോഴാണ് ഞാൻ ആ വലിയ സത്യം മനസ്സിലാക്കുന്നത്. എൻ്റെ ഫ്ലൈറ്റ് 55 മിനിറ്റ് ഡിലേഡാണ്. ഓൾറെഡി ഞാൻ 3.5 മണിക്കൂർ മുന്നേ ആണ് എയർപോർട്ടിൽ വന്നിരിക്കുന്നത്. ഇനി അതുകൂടാതെ ഒരു 55 മിനിറ്റ് വീണ്ടും വെയിറ്റിംഗ് ടൈമുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യങ്ങളിലൊന്നായിരുന്നു ഡോക്ടർ ആവാന്നുള്ളത്. എൻട്രൻസ് എക്സാം എഴുതിയ സമയത്ത് പോലും എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓരോ വട്ടം എയർപോർട്ടിൽ വരുമ്പോഴും ഈ സെക്യൂരിറ്റി ചെക്കിനും പാസ്പോർട്ട് കൺട്രോളും ഇമിഗ്രേഷനും ഇവിടെയൊക്കെ നിൽക്കുമ്പം എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഈ കാണുന്ന തിരക്ക് മുഴുവനും ഞാൻ കയറാൻ പോകുന്ന സെയിം ഫ്ലൈറ്റിലേക്കുള്ള ആൾക്കാരാണ്. പക്ഷേ ഞാൻ നേരത്തെ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തിട്ട് ബോർഡിംഗ് പാസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ടും ബാഗേജ് ഡ്രോപ്പ് ഇല്ലാത്തതുകൊണ്ടും ഞാൻ നേരെ ഡിപ്പാർച്ചറിലേക്ക് വിട്ടു. ഇനിയൊരു വലിയ കാത്തിരിപ്പാണ്. ഇഷ്ടം പോലെ സമയമുണ്ട്. കുറേ നേരം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോടൊക്കെ സംസാരിച്ച് അവിടെ അങ്ങനെ ഇരുന്നു. അപ്പത്തേനും നല്ല വിശപ്പിൻ്റെ വിളി വന്നു. പിന്നെ നേരെ ബൊറീറ്റോസിലേക്ക് വിട്ടു. അവിടുന്ന് ഒരു ബൊറീറ്റയും വാങ്ങി ആൾക്കാരെയും വായി നോക്കി അങ്ങനെ അവിടെ ഇരുന്നു. പിന്നെ സംഘടിപ്പിക്കാൻ പറ്റിയ പോലത്തെ ഒരു കേക്ക് സംഘടിപ്പിച്ച് ഞാൻ ഒറ്റയ്ക്കങ്ങ് കഴിച്ച് എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു. സെർബിയയ്ക്ക് പോകാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്ത് ബാഗൊക്കെ പാക്ക് ചെയ്തിരുന്ന സമയത്താണ് ആ ട്രിപ്പ് ക്യാൻസലായത്. എന്തായാലും ആനുവൽ ലീവൊക്കെ എടുത്തല്ലേ, പിന്നെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകണമല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഈ സ്ഥലത്തെക്കുറിച്ചൊരു ഓർമ്മ വന്നത്. അയ്യോ, കഥ പറഞ്ഞ് കുറേ സമയമായി. നമ്മുടെ ഗേറ്റൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ ലൈഫിലെ 36ാമത്തെ ഫ്ലൈറ്റാണ് ബോർഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാ പ്രാവശ്യം ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഞാനൊരു കഥ ഓർക്കാറുണ്ട്. എന്താണെന്നറിയോ, പണ്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അവൾ ഫ്ലൈറ്റിൽ പോയപ്പം അതിൻ്റെ വിൻഡോ തുറന്ന് മേഘത്തെ പിടിച്ചു. മേഘത്തിന് ഭയങ്കര തണുപ്പായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഒരു ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത്. അതുവരെ എൻ്റെ ചിന്ത, നമുക്ക് ഈ ബസ്സിൻ്റെയും ട്രെയിനിൻ്റെ ഒക്കെ ചില്ല് നമ്മൾ തുറക്കുന്ന പോലെ ഫ്ലൈറ്റിൻ്റെ വിൻഡോയും നമുക്ക് തുറക്കാൻ പറ്റുമായിരുന്നു. ഈ കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കില്ലേ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതെ, ഞാനൊരു ഐലൻഡിലേക്കാണ് പോകുന്നത്. 1 മണിക്കൂറും 10 മിനിറ്റുമാണ് കേട്ടോ നമ്മുടെ ഫ്ലൈയിങ് ടൈം. UK നിന്ന് ജസ്റ്റ് 85 മൈൽസും ഫ്രാൻസിൽ നിന്ന് ആകെ 14 മൈലും മാത്രം ദൂരമുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഞാൻ പോകുന്നത്. UK നിന്ന് വിസ ഫ്രീ ആയിട്ട് പോയി വരാൻ പറ്റുന്ന മനോഹരമായ ഒരു ഐലൻഡ് നേഷനാണ് ജേഴ്സി. ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ടും ഹോട്ടൽ കണ്ടുപിടിക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിച്ചാലും ഒരുപാട് ലേറ്റായിട്ടാണ് ഞാൻ ഹോട്ടലിലെത്തിയത്. ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ഇടയിലുള്ളത് കൊണ്ടാവാം ബ്രിട്ടീഷ് സംസ്കാരത്തിൻ്റെയും ഫ്രഞ്ച് സംസ്കാരത്തിൻ്റെയും ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊരു കുഞ്ഞൻ ഐലൻഡ് ആണെങ്കിലും ഇവിടുത്തെ പ്രകൃതി ഭംഗി അത്ര നിസ്സാരമൊന്നുമല്ല കേട്ടോ. ജേഴ്സിയുടെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഈ ബർത്ത്ഡേക്കും ഞാൻ ദൈവത്തോട് നന്ദി മാത്രമാണ് പറഞ്ഞത്. കാരണം എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയും, നീ ദൈവത്തോടൊന്നും ചോദിക്കണ്ട, നന്ദി മാത്രം പറഞ്ഞാൽ മതി. കാരണം നീ സ്വപ്നം കാണുന്നതിനേക്കാൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ദൈവം നിനക്ക് ചെയ്യുന്നുണ്ടെന്ന്. ഇത്ര മനോഹരമായ ഒരു ജീവിതം തന്ന ദൈവത്തോട് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങനെ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കാം.